ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് പിക്സൽ ടാപ്പ് യൂസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ മറ്റു ചില ബോട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നവർ ചോദിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടുക? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പിക്സൽ ടാപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ മേലെയായിട്ട് ഒരു വാലറ്റിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. ആ വാലറ്റിൻ്റെ ചിഹ്നം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വാലറ്റിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് എക്സ്ചേഞ്ചുകൾ എഴുതി വെച്ച് കാണാം. ബിനാൻസ്, ഓക്കേസ്, ബൈബിറ്റ്, കുക്കോയിൻ ഇഷ്ടംപോലെ എക്സ്ചേഞ്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് അക്കൗണ്ട് അതിൻ്റെ ബിനാൻസിൻ്റെ അതിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി ബിനാൻസിൻ്റെ അക്കൗണ്ട് ക്രിയേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളതുപോലെ തന്നെ ബൈബിറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്, കുക്കോയിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിനാൻസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബിനാൻസ് സെലക്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ബിനാൻസ് ആണ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഏത് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, KYC കംപ്ലീറ്റ് ആക്കിയിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോയിലും KYC എന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യെസ് ഐ ഹാവ് ഇറ്റ് എന്നടിക്കാം. അതിനുശേഷം ഇവിടെ ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ഡൗൺ യുവർ USDT ERC20 വാലറ്റ് അഡ്രസ്. ERC20 എന്ന് പറയുന്നത് എതീറിയം ബ്ലോക്ക് ചെയിൻ്റെ അഡ്രസ്സാണ്. എതീറിയം ബ്ലോക്ക് ചെയിനിൽ USDT ട്രാൻസ്ഫർ ചെയ്യാനുള്ള അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിനാൻസിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, സ്ട്രെയിറ്റ് ടു ബിനാൻസ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബിനാൻസ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ എന്ത് കാണാം, പെട്ടെന്ന് തീരുകയാണ്ടോ, കുറേ നേരം ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ താഴെ വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം താഴെയായിട്ട്. ആ വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഓവർ വ്യൂവിലായിരിക്കും നിങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ സ്പോട്ടിലായിരിക്കും. ഇതൊക്കെ പറയുന്നത് മേലെ എടുക്കുന്നതൊക്കെ എന്താണ്, വാലറ്റുകളാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാലറ്റുകളാണ്. ബിനാൻസിലെ ഓരോ വാലറ്റിനും ഓരോ പേരുണ്ട്. സ്പോട്ട് വാലറ്റ്, ഫണ്ടിങ് വാലറ്റ്, ഏൺ വാലറ്റ്, ഫ്യൂച്ചേഴ്സ് വാലറ്റ്, മാർജിൻ വാലറ്റ്, അങ്ങനെ പലതരം വാലറ്റുകളുണ്ട്. നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് സ്പോട്ട് വാലറ്റ് ആണ്. സ്പോട്ട് വാലറ്റിൽ വന്ന ശേഷം ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ യെല്ലോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്യുക USDT. എന്താണ് USDT? നമ്മൾ പല വീഡിയോയിലും നമ്മുടെ ലൈവിൽ പറയുന്നതാണ്. USDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ കോയിനാണ്. ടെതർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡോളറിന് പെഗ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേബിൾ കോയിനാണ് USDT. ഡോളറിന് എത്ര രൂപയാണോ അത്രയും രൂപ തന്നെയായിരിക്കും ഒരു USDTയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ കോയിൻ്റെ വില. അപ്പോൾ നമ്മൾ USDT സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കാണാം ചൂസ് നെറ്റ്വർക്ക്. ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ചൂസ് ചെയ്യാൻ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അവിടെ ഏത് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്, എതീറിയം ബ്ലോക്ക് ചെയിൻ്റെ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എതീറിയം ERC20 എന്ന് പറഞ്ഞ് കാണാം. ഇത് എതീറിയം ബ്ലോക്ക് ചെയിൻ്റെ ഗ്യാസ് ഫീസ് കുറച്ച് കൂടുതലാണ്, പക്ഷെ നമുക്ക് അത് സെലക്ട് ചെയ്തേ പറ്റൂ. അവിടെ അതല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എതീറിയം നമ്മൾ എന്തു സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാം ഡെപ്പോസിറ്റ് അഡ്രസ്. ഇത് കോപ്പി ചെയ്യുക. ഈ അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ USDT എടുത്തിട്ട് ഇവിടെ കാണുന്ന ട്രോൺ, BNB, പോളിഗൺ, ഇങ്ങനെ ഇഷ്ടംപോലെ ചെയിൻ കിടക്കുന്നുണ്ട്. ഇതിലൊന്നും എടുക്കരുത്. മേക്ക് ഷുവർ നമ്മൾ എന്തായാലും കൺഫേം ചെയ്യണം എതീറിയം 20യുടെ അഡ്രസ്സ് തന്നെയാണ് എടുക്കുന്നതെന്ന്. കാരണം എങ്ങാനും പിക്സൽ ടാപ്പ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്രസ്സിൽ പൈസ അയക്കാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ മുഖേനയായിരിക്കും. സോ മേക്ക് ഷുവർ നമ്മൾ ഏത് അഡ്രസ്സാണ് എടുക്കുന്നത്, ഡെപ്പോസിറ്റ് അഡ്രസ് എന്തായാലും എതീറിയം ബ്ലോക്ക് ചെയിൻ്റെ ആണ് എടുക്കുന്നതെന്ന് എന്തായാലും ഉറപ്പിക്കുക. ഇത് കോപ്പി ചെയ്യുക, നേരെ പിക്സൽ ടാപ്പിൽ പോകുക, പേസ്റ്റ് ചെയ്യുക, കൺഫേം കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കാനുള്ള വീഡിയോ. ഇനി ബൈബിറ്റിൻ്റെ വീഡിയോയും കുക്കോയിൻ്റെ വീഡിയോയും പിന്നാലെ തന്നെ വരുന്നുണ്ട്. അതും കാണുക. അതിൻ്റെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കാണുക. ഓക്കെ, ബൈ.